സ്റ്റാറ്റസിൽ മാത്രം സ്നേഹം. കൊച്ചി മെട്രോ സ്റ്റേഷന്റെ പുറകിലെ ബെഞ്ചിൽ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു നിഖിൽ. കണ്ണിൽ കറുത്ത ഫ്രെയിം കാഴ്ചക്കണ്ണാടി. കാതിൽ വയറില്ലാത്ത ഹെഡ്സെറ്റ്. കണ്ണ് ചുട്ടുപൊള്ളിക്കുന്ന പോലെ. ഒരു മെസ്സേജ് അയച്ചു, ഇന്നും നീ ഓൺലൈനായിരുന്നു. എങ്കിലും ഉത്തരം ഒന്നുമില്ല. അതിന്റെ മറുപടി കിട്ടിയില്ല. പക്ഷേ സ്റ്റാറ്റസിൽ നിന്ന് മറുപടി കിട്ടി, അവഗണിച്ചല്ല. മറക്കാൻ പഠിക്കുകയാണ്. അത് കണ്ട നിമിഷം പോലെ മനസ്സിനുള്ളിൽ പൊട്ടിത്തെറിച്ചു. ഇത് തന്നെയാണ് ഇന്നത്തെ സ്നേഹം എന്ന് ആത്മാവിൽ അതിശയമില്ലാതെ ഒരു ചൊറിയൽ. മുമ്പൊരിക്കൽ നിഖിലും നന്ദനയും ഒരേ കോളേജിൽ ടെക് ഫെസ്റ്റിൽ ഒന്നിച്ചെത്തി. പിന്നീട് ഒന്ന് കൂടി. പിന്നെ ഒന്നിച്ചുള്ള ചാറ്റുകൾ, വൈകുന്നേരം ഫോണിലായുള്ള വിളികൾ. കണ്ണടച്ചാൽ നിഗൂഢമായി മുഖം ഓർക്കുന്ന അകത്ത് മാറ്റം. നിനക്ക് തോന്നുന്നില്ലേ നമുക്ക് തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന്? അതെ, അതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നീട് സംഭവിച്ചത്, ഒരു ദിവസം നിഖിൽ തന്റെ സ്റ്റാറ്റസിൽ കുറിച്ചു ഒറ്റയാണെങ്കിലും തകരില്ല. അതിന്റെ കുറച്ച് ദിവസത്തിന് ശേഷം നന്ദന ഒരു കൂട്ടുകാരനോടൊപ്പം പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ മുതൽ കോളേജിൽ ഇരുവരും നേരിൽ കണ്ടാൽ മുഖം കൊടുക്കാതെ നടക്കും. ഇന്നത്തെ കാഴ്ച, നിഖിൽ യാഥാസ്ഥിതികമായി ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. പിന്നിൽ ഒരു പെൺകുട്ടി, 10,000 ചോദ്യങ്ങളോടെയൊരു കണ്ണോടി. ക്ഷമിക്കണം, നീ ഒരാളെ കാത്തിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇല്ല, മറക്കാനാണ് കാത്തിരിക്കുന്നത്. അവൾ കുനിഞ്ഞു ചിരിച്ചു. എങ്കിൽ ഞാൻ ഒന്നുകൂടിയിരിക്കാമോ? നിഖിൽ ചിരിച്ചു. പുതിയൊരു തിരിവ്, പുതിയൊരു പാത. അവസാനം, ഇന്നത്തെ പ്രണയം പലപ്പോഴും ഫോണിൽ തുടങ്ങുന്നു. ഒടുവിൽ കണ്ടു എന്ന വാക്കിൽ ഒതുങ്ങുന്നു. പക്ഷേ, ജീവിതം അതിലേറെ ഉള്ളത്. ഒരാൾ പോയാലും മറ്റൊരാൾ വരാനുണ്ട്. ഹൃദയം തുറക്കാൻ തയ്യാറായാൽ.